ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ കസ്റ്റമൈസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ 5 ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഇതിൽ നമ്മളിപ്പോൾ ഒരു ലോഞ്ചർ നോക്കുന്നുണ്ട്, അല്ലാണ്ട് തന്നെ കുറച്ചധികം ആപ്ലിക്കേഷൻസ്, ഐക്കൺ പാക്ക്, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് വളരെ യൂണീക്ക് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ കിഡിലൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്ന ഒരു കിഡിലൻ ലോഞ്ചർ ആണ്. അതായത് നിങ്ങളുടെ ഫോൺ ഒരു മാക്ബുക്ക് OSന്റെ ആ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ചർ എന്തായാലും യൂസ് ചെയ്യുക. ഒരു കിഡിലൻ ലോഞ്ചർ ആണ്. അതായത് നമ്മുടെ മാക്ബുക്ക് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്യുക, അതുപോലെ കോപ്പി കാര്യങ്ങളൊക്കെ ഈ ഒരു ലോഞ്ചറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ലോഞ്ചറിന്റെ പേര് എന്ന് പറയുന്നത് M ലോഞ്ചർ എന്നാണ്. നമ്മൾ ആ ഒരു ലോഞ്ചർ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതായിരിക്കും അതിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതുപോലെ തന്നെ ടെലഗ്രാമിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടെലഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലോഞ്ചർ ഇതേപോലെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്കിൽ എങ്ങനെയാണോ നമ്മുടെ ഫോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യൽ അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അതല്ലേ ജസ്റ്റ് ക്ലോസ് ചെയ്യേണ്ട ഓപ്ഷൻ, അതേപോലെ മിനിമൈസ് ചെയ്യേണ്ട ഓപ്ഷൻ, നമുക്ക് ചെറുതാക്കേണ്ട ഓപ്ഷൻ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിലും ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് താഴെ നോക്കുകയാണെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ, നമ്മൾ മാക്കിൽ എങ്ങനെയാണോ കോപ്പി പേസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലുള്ള എല്ലാ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സാമ്പിൾ എന്നുള്ള രീതിക്കാണ് ഇത് വരുന്നത്. നമ്മൾ ജസ്റ്റ് സെൻട്രൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലോഞ്ചർ ഇതേപോലെ ഡിസേബിൾ ആവും. നമ്മൾ അതിനുകൊണ്ട് എന്ത് ചെയ്യുക, സെറ്റിംഗ്സിൽ വരിക. സെറ്റിംഗ്സിൽ വന്ന ശേഷം നമ്മൾ ലോഞ്ചർന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഞ്ചറിന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഡിഫോൾട്ട് ലോഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നമ്മൾ M ലോഞ്ചർ ആക്കി കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോഞ്ചർ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ബട്ടൺ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. നമ്മൾ എങ്ങനെയാണോ മാക്ക് യൂസ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മുകളിലുള്ള ആ ഒരു ക്രോസ് ബട്ടൺ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ മിനിമൈസ് ബട്ടണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദെൻ നമുക്കിവിടെ താഴെയായിട്ട് കുറച്ചധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ നമ്മളെ നോട്ടിഫിക്കേഷൻ ബാർ, അതേപോലെ വൈഫൈയുടെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വരുന്നതാണ്. മാക്കിൽ എങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫോണിലും എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കിഡിലൻ ഒരു ലോഞ്ചറാണ് ഈ ഒരു M ലോഞ്ചർ എന്ന് പറയുന്നത്. അതുപോലെ വേറെയും കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു കാര്യം പറയാൻ പറ്റുമോ, അതായത് നമ്മൾ ജസ്റ്റ് സ്ക്രീനിൽ ഇതേപോലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനുള്ള കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീം, ആപ്സ്, ലോക്ക് സ്ക്രീൻ, കളർ എന്നൊക്കെ പറഞ്ഞ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ വിഡ്ജറ്റ്സ്, നമ്മൾ സിസ്റ്റം വിഡ്ജറ്റ്സിലേക്ക് വരുന്ന സമയത്ത് കുറേ അധികം വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അല്ലാണ്ട് ലോഞ്ചർ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോഞ്ചർ വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടുന്ന് യൂസ് ചെയ്യാം. അല്ലാണ്ടും കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് പേജസ്, ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കണ്ടില്ല, ഇതൊക്കെ നിങ്ങൾക്ക് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതായത് ഹോം സ്ക്രീനിൽ നിന്ന് എല്ലാ ഐക്കൺസും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ഫോൾഡർ, നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ മാക്കിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഫോണിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോഞ്ചർ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഐക്കോൺ പാക്ക് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് പറയുന്നത് റെട്രോ മോഡ് എന്നാണ്. അപ്പോൾ റെട്രോ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വിൻറ്റേജ് ടൈപ്പ് ഐക്കോൺസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. ഒരു 400-ലധികം ഐക്കൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റെട്രോ മോഡ് നിയോൺ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4051 ഹാൻഡ് ക്രാഫ്റ്റഡ് ഐക്കോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഐക്കോൺ റിക്വസ്റ്റ്, ക്വിക്ക് ഹെൽപ്പ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഐക്കോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പോൾ എൻ്റെ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ പോക്കോ ലോഞ്ചറാണ്. എൻ്റെ ഫോണിലുള്ള ഡീഫോൾട്ട് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ പോക്കോ ലോഞ്ചറാണ്. ഇത് പോക്കോ ലോഞ്ചറിൽ സപ്പോർട്ട് ആവില്ല, അതാണ് വേറൊരു ടിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ സപ്പോർട്ടഡ് ലോഞ്ചർ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം ലോഞ്ചേഴ്സ് ഉണ്ട്. ഇത് കുറേ അധികം ലോഞ്ചേഴ്സിൽ സപ്പോർട്ട് ആകും, പക്ഷേ പോക്കോയിൽ സപ്പോർട്ടഡ് അല്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ഷൻ, അതേപോലെ ADV, അപ്പെക്സ്, ബ്ലാക്ക്ബെറി, അതുപോലെ സാംസങ്ങിൻ്റെയിലൊക്കെ ഇത് സപ്പോർട്ട് ആവുന്നുണ്ട്. സാംസങ് മാത്രമല്ല, മൈക്രോസോഫ്റ്റ്, നത്തിങ്, നോവ ലോഞ്ചർ, ഓക്സിജൻ OS, പിക്സൽ, അങ്ങനത്തെ എല്ലാ ലോഞ്ചേഴ്സിലും ഇത് സപ്പോർട്ട് ആവുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പോക്കോയിൽ നോക്കുന്ന സമയത്ത് പോക്കോയിൽ കോമ്പാക്റ്റബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഐക്കൺ ട്രൈ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഐക്കൺസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ ഒരു ഐക്കണിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കുറേ അധികം ഐക്കൺസ് ഉണ്ടാവും. ഇതായിരിക്കും ആ ഒരു ഐക്കൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എയിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെയാണ് എയിലുള്ള ഒരു ഐക്കൺസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നമ്മൾ ബിയിലേക്ക് വരുന്നത് ഓരോ ലെറ്റേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇപ്പോൾ കലണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും. കലണ്ടേഴ്സിൽ തന്നെ നമുക്ക് ഇത്രയും ടൈപ്പ് ഓഫ് ഐക്കൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ നിങ്ങൾ ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പല ടൈപ്പുള്ള ഐക്കൺസും കാര്യങ്ങളും കാണാൻ പറ്റും. ഇത് നമുക്ക് ഫോൾഡറിലുള്ളതാണ്. അതുപോലെ ഗൂഗിളിന് ഇത്രയും ടൈപ്പ് ഐക്കൺസ് ഉണ്ട്. നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറേ അധികം ഐക്കൺസ്, അവർ പറഞ്ഞാൽ 4000-ലധികം ഹാൻഡ് ക്രാഫ്റ്റഡ് ഐക്കൺസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ ലോഞ്ചറിൽ മാത്രമാണ് ഇത് സപ്പോർട്ട് ആവാത്തത്. 20+ ലോഞ്ചേഴ്സിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ആയിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫോണിൽ പോക്കോ ലോഞ്ചർ അല്ലാണ്ട് വേറെ ഏതെങ്കിലും ലോഞ്ചർ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐക്കോൺസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഐക്കോൺസ് മാത്രമല്ല കുറച്ചധികം കിടിലൻ വാൾപേപ്പേഴ്സും ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ വന്ന ശേഷം വാൾപേപ്പേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ കുറേ അധികം കിടിലൻ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ കിടിലൻ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ടെലഗ്രാം ചാനലിലും ഉണ്ടാവും. സോ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്ത നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കിഡിലൻ വാൾപേപ്പറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് കിഡിലായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വാൾപേപ്പേഴ്സ് ഇടുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ്. സോ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് വാൾപേപ്പർ സെൻട്രൽ എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹോം പേജ് എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ ലോഡ് ആവുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ എന്തോ ചെറിയ അപ്ഡേറ്റിൽ എന്തോ ബഗ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ജസ്റ്റ് മുമ്പാണ് അപ്ഡേറ്റ് ചെയ്തത്. സോ അതിൻ്റെ എന്തോ അപ്ഡേറ്റ് കൊണ്ട് എനിക്കത് കിട്ടുന്നില്ല. ബാക്കിയുള്ള എല്ലാ പേജസും കിട്ടുന്നുണ്ട്. ഈ ഒരു ഹോം പേജിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള അപ്ലോഡ് ആവുന്ന സംഭവങ്ങൾ നമുക്ക് അതിൽ ട്രെൻഡിങ്ങിൽ ഇവിടെ വന്ന് കിടക്കും. സോ അതെന്തോ അപ്ഡേറ്റും കാര്യങ്ങളും ബഗ് ആയതുകൊണ്ടാണ് അത് കിട്ടാത്തത്. നമ്മൾ ജസ്റ്റ് രണ്ടാമത്തേലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ അധികം കിഡിലായിട്ടുള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചധികം സിമ്പിൾ ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ അതായത് മൂന്നാമത്തേലേക്ക് വരുന്ന സമയത്ത് ലൈവ് വാൾപേപ്പേഴ്സ് ആണ്. നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം ലൈവ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു സാംസങ്ങിൻ്റെ എടുക്കുന്ന സമയത്ത് നമുക്കിവിടെ പ്രിവ്യൂ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഇതേപോലെ മൂവ് ആവുന്ന സംഭവങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കിഡിലായിട്ടുള്ള കുറേ അധികം വേറെയും വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ഒരു കിഡിലൻ ഒരു ലൈവ് വാൾപേപ്പറാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫീഡിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് തമ്മിൽ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഡിസൈനൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ കസ്റ്റായിട്ടുള്ള വാൾപേപ്പേഴ്സും കാര്യങ്ങളും ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കളക്ഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ സീസൺ അനുസരിച്ച് ഇവിടെ മാറി വരും. ഇപ്പോൾ ഹാലോവിൻ വാൾപേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ ഐഫോണിൻ്റെ വാൾപേപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ അധികം വാൾപേപ്പേഴ്സ്, വിഡ്ജറ്റ് കളക്ഷൻ, അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും കിഡിലെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഓരോ സീസണിലും പറ്റിയ കിഡിലും വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രെൻഡിങ് ആയിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ ഫോണിന് ഒരു യുണീക്ക് ലുക്ക് കൊണ്ടുവരാനും പറ്റും. നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സൈഡ് പാനലാണ്. നമ്മുടെ ചില ഫോൺസിലൊക്കെ ഡീഫോൾട്ടായിട്ട് തന്നെ വരും ഈ ഒരു സൈഡ് പാനൽ. പക്ഷേ നമുക്ക് അതിലും കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്ന പാനൽസ് എന്നാണ്. ഇതാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആക്ടിവേറ്റ്. നിങ്ങൾക്ക് എപ്പോഴാണോ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൽ ഐക്കൺ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ല റെട്രോ മോഡ് നിയോൺ, അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ, അതായത് എങ്ങനെയാണോ വേണ്ടത് ഇത്രയും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം സംഭവം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാനിതിപ്പം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതേപോലെ ബാക്ക് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു വര കാണാൻ പറ്റും. അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഐക്കൺസും കാര്യങ്ങളും കാണാൻ പറ്റും. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്നും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ വേണോ, ഷോർട്ട് കട്ട് വേണോ, ആപ്പ് പെയർ വേണോ, ആക്സസിബിലിറ്റി വേണോ, അതുപോലെ ഫ്ലോട്ടിംഗ് വിഡ്ജറ്റ്, ഫോൾഡർ, കോൺടാക്റ്റ്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതായത് ഇതേപോലെ സ്ക്രോൾ ചെയ്യാണ്ട് തന്നെ ഇവിടുന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സംഭവം അത് പറഞ്ഞാൽ ഇതിൻ്റെ സൈസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇത് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര റോ വേണം എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്യുക. അതേപോലെ എത്ര കോളം വേണം, കോളം മിനിമം 3 ഇതുപോലെ വെർട്ടിക്കൽ പൊസിഷൻസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഹൊറിസോണ്ടൽ പൊസിഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ നോക്കിയും കണ്ടും, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ കവർ ആവാത്ത രീതിയിൽ എത്രയാണ് വേണ്ടതെന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം. ദെൻ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറേ അധികം സെറ്റിങ്സ് വേറെ ഉണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ ബാഡ്ജ്, ഐക്കണിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കുറേ അധികം ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹൗ ടു യൂസ് എന്നുള്ള ഇവരുടെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ എബൌട്ട് അതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൗ ടു എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് പോയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസ് കിട്ടും. കാരണം ഞാനിപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വളരെയധികം ലോങ് ആയി പോകും.
സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതേപോലെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിക്കുള്ള ആക്സസ്മെൻറ്റും കാര്യങ്ങൾ, ഡേറ്റ്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള 5ാമത്തെ ആപ്ലിക്കേഷനും ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ജോയ് വാൾസ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. കുറേ അധികം കിഡിലൻ വാൾപേപ്പേഴ്സ് ഇടുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താണ് ആ ഒരു ആപ്ലിക്കേഷൻ. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. കുറേ അധികം പാറ്റേൺസ്, കുറേ അധികം റാൻഡായിട്ടുള്ള പിക്ക്, അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളാണ് ഇതിലുള്ളത്. അതായത് ഇതുപോലുള്ള കുറേ അധികം ബ്രഷസ് കാര്യങ്ങൾ പോലുള്ള കുറച്ചധികം എസ്തെറ്റിക് ആയിട്ടുള്ള എന്നാൽ വളരെ യൂണീക്ക് ആയിട്ടുള്ള കുറച്ചധികം വാൾപേപ്പേഴ്സാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുക. അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് പറഞ്ഞാൽ ഫേവറേറ്റ്, അതായത് നിങ്ങൾ ഇങ്ങനെ റാൻഡായിട്ട് സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഫേവറേറ്റിൽ ഇട്ട് വെക്കുക. അതായത് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇല്ല സമയത്ത്, അതായത് വാൾപേപ്പേഴ്സ് മാറ്റി കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റാൻഡായിട്ട് കാണുന്ന സമയത്ത് ഇതേപോലെ ലൈക്ക് ഇട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കാറ്റഗറിയാണ്. ഇവിടെ കാറ്റഗറൈസ് തിരിച്ചിട്ട് തന്നെ കുറേ അധികം കാര്യങ്ങൾ വരെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗെയിമിലേക്ക് വരുന്ന സമയത്ത് മൈൻക്രാഫ്റ്റിൻ്റെ ഉണ്ട്, അതേപോലെ കുറച്ചധികം വേറെ അധികം ഗെയിംസിൻ്റെ ഉണ്ട്. അതിൽ മൈൻക്രാഫ്റ്റ് മാത്രമേ, ഇതേപോലെ എമംഗസ് ഉണ്ട്. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വേറെയും കുറേ അധികം ഗെയിംസിൻ്റെയൊക്കെ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ബാക്ക് വരിക, നേച്ചറിലേക്ക് വരുന്ന സമയത്ത് നേച്ചറിൻ്റെ കുറച്ചധികം വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് ഇതായിരിക്കും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അതായത് നമ്മൾ താഴെ നോക്കുന്ന സമയത്ത് ഇവിടെ സേവിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കെങ്കിലും ഇതിലുള്ള വാൾപേപ്പേഴ്സ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. സോ കിഡിലൻ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്ന് ഞാൻ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ അവിടുന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഈ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതേപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.